ഞാനിവിടെ നെക്കിന് വേണ്ടിയിട്ട് 6 ഇഞ്ച് നീളത്തിലും 3.5 ഇഞ്ച് നെക്ക് ഡിസ്റ്റൻസിലും ഇവിടെ നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്ത് അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാം, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ പറയുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ. അപ്പോൾ ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ അടി ഒന്ന് മടക്കി അടിച്ചിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശം മുകളിലായിട്ട് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മുകളിലായിട്ട് വെച്ചു. ഇനി ഇതാ നമ്മുടെ നെക്ക് ഇങ്ങനെ മടക്കി എടുത്തിട്ട് 2 നോച്ച് മുകളിലും താഴെയും ഇട്ടു, സെൻറ്റർ പോയിൻ്റ് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും നമ്മുടെ ഈ ക്യാൻവാസ് നെക്കിൻ്റെയും സെൻറ്റർ പോയിൻ്റ് കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം 2 പിൻ ചെയ്തിട്ട് സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇടുക ആദ്യം. അതിനുശേഷം നമുക്ക് റൗണ്ട് സ്റ്റിച്ച് ഇടാം. സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ഇട്ടാൽ നമുക്ക് റൗണ്ട് സ്റ്റിച്ച് ഇടുമ്പോൾ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ കറക്റ്റായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സെൻറ്ററിലോട് ഒരു സ്റ്റിച്ച് ഇടുന്നത്. സെൻറ്ററിൽ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ. ഇനി നമുക്ക് സൈഡ് കൂടി റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ഇടണം. ഇനി ഇങ്ങനെ ഇടുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ഇടാൻ പറ്റും. ഇതാ റൗണ്ടിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സെൻറ്റർ പാർട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ 1/4 ഇഞ്ചിൽ ഓരോ കട്ടിട്ട് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കട്ടിടുമ്പോൾ ഒരിക്കലും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കയറ്റി കട്ട് ചെയ്യരുത് നൂല്. ഇനി നമുക്കതങ്ങ് മറിച്ചെടുക്കാം. എന്താ നീറ്റായിട്ട് മറിച്ചെടുത്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയൺ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ക്ലോത്തിനെ ഇങ്ങനെ മാറ്റിയെടുത്തിട്ട്, ഇപ്പോൾ നോക്ക് അടിയിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ ബാക്കി ഭാഗം കാണാം ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടി. അത് നമുക്കങ്ങ് ലൈനിങ്ങിലേക്ക് വച്ചിട്ട് ഇതിലേ കൂടി ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഹെമ്മിങ് ചെയ്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതാ നമ്മുടെ നെക്ക് നീറ്റായിട്ട് വന്നു. ബാക്ക് സൈഡ് കണ്ടോ നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് അതും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിപ്പ് പോലും ഫ്രണ്ടിൽ കാണാനുമില്ല. ഇനി നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. എല്ലാ സ്റ്റിച്ചിങ്ങും നെക്കിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലൈനിങ്ങിനെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി സൈഡിൽ കൂടെ ഫുൾ ഞാൻ പിന്ന് കുത്തി വെച്ചിരിക്കുകയാണ്. 2 സൈഡിലും താഴെ വരെ പിന്ന് കുത്തിയിട്ട് സൈഡിൽ കൂടെ ഒരു 1/4 ഇഞ്ചിൽ നമുക്കങ്ങ് അടിച്ചു പോവാം. അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈനിങ് പാർട്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ ആണ് ആദ്യം കട്ട് ചെയ്തപ്പോൾ തന്നെ എടുത്തത്. മെയിൻ ക്ലോത്താണ് കറക്റ്റായിട്ട് മെഷർമെൻറ്റിൽ എടുത്തത്. അതുകൊണ്ട് ഈ ബാലൻസ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ഞാൻ ലൈനിങ്ങിൽ അടിച്ച് മറിക്കുന്ന രീതിയാണ് ക്യാൻവാസ് യൂസ് ചെയ്യാത്ത സെക്കൻഡ് മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ലൈനിങ്ങിൽ കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ ചീത്ത സൈഡ് വെച്ചിട്ട് കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നേരത്തെ ചെയ്ത പോലെ സെൻറ്ററിൽ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സെൻറ്റർ പാർട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം കറക്റ്റായിട്ട് മറിച്ചിട്ടാണ്. ഇനി നമുക്കിതാ ലൈനിങ് നേരത്തെ നമ്മൾ ക്യാൻവാസ് മറിച്ചെടുത്ത പോലെ ലൈനിങ്ങിനെ അങ്ങ് മറിച്ചെടുത്ത് അപ്പുറം സൈഡിലേക്ക് എടുക്കാം. മറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ക്ലോത്തുമായിട്ട് ലൈനിങ് ബാക്ക് പാർട്ടിൻ്റെ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നല്ല വശങ്ങൾ ജോയിൻ ചെയ്ത് നമ്മൾ ഷോൾഡർ രണ്ടും ഒന്നിച്ച് ഇങ്ങനെ പിടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലൈനിങ് ബാക്ക് സൈഡിൻ്റെ ലൈനിങ്ങിനെ നമ്മളിങ്ങനെ കവർ ചെയ്ത് ഫ്രണ്ടിലേക്ക് എടുത്തുകൊണ്ട് വരുവാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 നെക്കും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നെക്ക് കറക്റ്റായിട്ട് പിടിക്കണം. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒന്നും കൂടി കാണിക്കാം. ഒന്നും കൂടി പറയുവാണ്. നമ്മൾ നല്ല വശവും ചേർത്ത് വെച്ചു ഷോൾഡറിൻ്റെ. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് അതിനോട് ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് ആ
ഒരു പാളി മാത്രം എടുത്ത് നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഷോൾഡർ അങ്ങ് അടിച്ച് ജോയിൻ ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് നമ്മൾ 2 നെക്കും ഇതുപോലെ ഒരേപോലെ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഷോൾഡർ സ്റ്റിച്ചായിട്ട് വന്നിട്ടുള്ളതെന്ന്. നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് സ്റ്റിച്ചായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡ് കണ്ടോ, ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിന് 2 സൈഡിലെയും ഷോൾഡർ ഇങ്ങനെ അടിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബാക്ക് സൈഡിൻ്റെ ലൈനിങ് മെയിൻ ക്ലോത്തിനോട് അറ്റാച്ച് ചെയ്യുന്നത്. അറ്റാച്ച് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്ട്രാ പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്യേണ്ടത്. 2 സ്ലീവ് ഫ്രണ്ട് സൈഡാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ചുരിദാറിൻ്റെ. അപ്പോൾ നമ്മൾ സ്ലീവ്സിൻ്റെ ഫ്രണ്ട് സൈഡ് 2ഉം ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് സൈഡ് കാണാൻ നമ്മൾ നോച്ചിട്ടിട്ടുണ്ട്. അതങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഫ്രണ്ടും ബാക്കും മാറിപ്പോവാത്ത രീതിയിൽ എടുത്തിട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ ചുരിദാറിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ ആ സെൻറ്ററും കൂടി കറക്റ്റായിട്ട് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അവിടുന്ന് നേരെ തിരിച്ച് സെൻറ്ററിലെത്തിയിട്ട് ബാക്കി താഴ്ഭാഗത്തേക്ക് അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളൊരു സൈഡിൽ നിന്നല്ല സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ഫ്രണ്ടും ബാക്കും ഒരുപോലെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ അതുപോലെ വേസ്റ്റ് ഹിപ്പ് അവിടെ 3 പിന്ന് 2 സൈഡിലുമായിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ആം ഹോള് കറക്റ്റായിട്ട് 9.5 ഇഞ്ചാണ് ആം ഹോള്. ആ 9.5 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്ത് ആ പോയിൻ്റ് അവിടെ അടയാളപ്പെടുത്താം. ഷേപ്പ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് 1.5 ഇഞ്ചാണ് ചെസ്റ്റിന് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടത്. ആ 1.5 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റ് 1.5 ഇഞ്ച് ഉണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത്. ആ 1.5 ഇഞ്ച് അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം. 2 സൈഡിലും അതുപോലെ തന്നെ 1.5 ഇഞ്ച് ചെസ്റ്റിൻ്റെയും അടയാളപ്പെടുത്തണം, അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് നമ്മൾ വെച്ച് നോക്കണം കറക്റ്റ് ആണോ എന്നുള്ളത്. അളവുകൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെയും 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഹിപ്പിൽ വിട്ടിട്ടുള്ളത്. 1 ഇഞ്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് 2 സൈഡിലും മാർക്കിട്ട് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ അളവുകൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തും കൂടി നോക്കണം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും. ഇനി സ്ലീവ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. സ്ലീവ്സിൻ്റെ എൻഡിൽ കറക്റ്റ് സ്ലീവിൻ്റെ എത്ര ഇഞ്ചാണെന്ന് അടയാളപ്പെടുത്തുക. 6 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. ആ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ജോയിനിങ് പോയിൻ്റ് ഇല്ലേ, അതായത് ആം ഹോളിൻ്റെ എൻഡ് വരുന്നത് ആ പോയിൻറ്റിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടങ്ങ് വരച്ചെടുക്കണം. നമ്മുടെ ഷേപ്പ് സ്ലീവ്സിൻ്റെ അവിടെ മുതൽ താഴെ വരെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്ലിറ്റാണ് അടിക്കേണ്ടത്. സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഹിപ്പിൻ്റെ അവിടുന്ന് ഹിപ്പ് വരെയാണ് നമ്മൾ ഷേപ്പ് അടിച്ച് നിർത്തിയത്. അവിടുന്ന് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും വരയ്ക്കണം. എന്നിട്ട് ആ വരയിലേക്ക് ഒരു 1/2 ഇഞ്ചിൽ അങ്ങ് മടക്കുക. അതായത് ആ വരയിലേക്ക് ഒരു മടക്ക് മടക്കിയിട്ട് വരയിൽ നിന്നും അടുത്ത മടക്ക് മടക്കുക. അങ്ങനെ നമ്മൾ സ്ലിറ്റ് ഒരു സൈഡിൽ നിന്നും മുകളിൽ ഹിപ്പിൻ്റെ അവിടെ എത്തി മറ്റേ സൈഡിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം. അത് സ്ലിറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തനിയൊരു വീഡിയോ ആയിട്ട്. ഇനി എൻഡിൽ അങ്ങ് മടക്കി അടിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.